ഭയങ്കര പേപ്പറുടെ കരം പോലും ഇല്ലാന്ന് പറയില്ല. പട്ടേലാണെങ്കിൽ ഫുൾ ഓവറോൾ വർക്ക് ഇതാ വർക്ക് കൊണ്ട് വർക്ക്. ഇത് സോഫ്റ്റ് സിൽക്ക് ആണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിന്റെ ബാക്ക് സൈഡ് തന്നെയാണ്. ഓർഗൻസ മെറ്റീരിയൽ വർക്ക് ഫുള്ളും ഷിഫോണിലാണ്, ഷിമ്മർ ഷിഫോണിലാണ്. മെറ്റീരിയൽ ടെസറാണ്. എറണാകുളം മാർക്കറ്റില് എന്ത് എവിടെ നല്ല ഐറ്റംസ് കിട്ടുന്ന ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ക്രേപ്പില് വരുന്ന മെറ്റീരിയൽ ആണ്. സോഫ്റ്റ് ഇങ്ങനെ ഒഴുകി പോണ ഓർഗൻസാണ്. അതെ, ഷിമ്മർ മെറ്റീരിയല്. താഴെ നല്ല വർക്കുണ്ട്. ഹാൻഡ് പിക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ തന്നെ ഹാങ് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടില്ല, അപ്പൊ തന്നെ സെയിൽ ആയി പോകും. ക്വാളിറ്റിയുള്ള ത്രെഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ക്വാളിറ്റിയുള്ള സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇവര് ഹാൻഡ് പിക്ക് ഐറ്റം ആണ്. ഇതും ഇപ്പൊ ദുപ്പട്ടോട് കൂടിയിട്ട് വരുന്നത് 3 പീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ഐറ്റം കിട്ടൂല. അങ്ങനത്തെ ഹാൻഡ് പിക്ക് ഐറ്റംസ് ആണ്. ബുട്ടിക്കാർക്ക് പറ്റിയ ഒരു കടയാണ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് എറണാകുളം മാർക്കറ്റിലാണ്. എറണാകുളം മാർക്കറ്റില് എന്ത് എവിടെ നല്ല ഐറ്റംസ് കിട്ടുന്ന ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ബുട്ടിക് ടേസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലം, ഒരു കട സ്പെഷ്യലി ഫോർ ബുട്ടിക് കളക്ഷൻസ്. അപ്പൊ ആ കടയിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതും പ്രീമിയം ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിൽ കേട്ടോ. നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് ഗോപാല പ്രഭു റോഡാണ്. MG റോഡ് വഴിക്കൂടെ കയറുകയാണെങ്കിൽ അവിടെ നിന്നാണ് കേട്ടോ കയറേണ്ടത്. MG റോഡ് വഴിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോപാല പ്രഭു റോഡിലേക്ക് നമുക്ക് കയറാം. ഇനി ഇത് കൂടാണ്ട് നമുക്ക് മേനക ബസ് സ്റ്റോപ്പിലേക്കാണ് നിങ്ങൾ ഇറങ്ങണമെന്ന് വെച്ചാൽ ആ വഴിക്കാണ് കേട്ടോ വരേണ്ടത്. മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ വഴിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഗോപാല പ്രഭു റോഡ് ചോദിക്കാം. അപ്പൊ ഗോപാല പ്രഭു റോഡില് നമ്മൾ വന്നിരിക്കുന്നത് അനീര യെസ്. പുറമെ കാണുമ്പോൾ ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ ഉള്ളിലിരിക്കുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ ഒക്കെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ്. വെച്ചാൽ നമ്മുടെ ബുട്ടിക്ക് ഒരു ലെവല് മാറ്റി മറിക്കുന്ന ഒരു ഐറ്റംസ് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെ ഒരു ബുട്ടിക് ടെസ്റ്റുള്ള കളക്ഷൻസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അകത്ത് പോയിട്ട് പറയാം. ഇനി ഇവിടെയും കുറച്ച് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല വെറൈറ്റി ബുട്ടിക് ടേസ്റ്റ് ഇട്ട അപ്പൊ തന്നെ ഹാങ് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടില്ല, അപ്പൊ തന്നെ സെയിൽ ആയി പോകും. അത്രയും നല്ല കളക്ഷൻസ്. അപ്പൊ എന്നാ നമുക്ക് കയറി നോക്കിയാ ശരി. പുറമെ കാണുമ്പോഴും ചെറിയൊരു കട, ഉള്ളിൽ കാണുമ്പോഴും ചെറിയൊരു കട, പക്ഷെ ഇരിക്കുന്ന ഐറ്റംസ് മൊത്തം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഐറ്റംസ്. ബുട്ടിക്കാർക്ക് പറ്റിയ ഒരു കടയാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ്? ചന്തേരുണ്ട്. അല്ല, അൺസ്റ്റിച്ചഡ് ആണോ? സ്റ്റിച്ചഡും ഉണ്ട്, റെഡിമെയ്ഡും ഉണ്ട്. റെഡിമെയ്ഡ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ലേഡീസിന്റെ ഐറ്റംസ് മാത്രമാണ്. ലേഡീസിന്റെ അൺസ്റ്റിച്ചഡ്, റെഡിമെയ്ഡിൽ 2 പീസ് 3 പീസ് സിംഗിൾ കുർത്തീസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് അൺസ്റ്റിച്ചഡ് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഇത് നോക്കിയേ, നല്ല മെറ്റീരിയൽ വൈസ് തൊടുമ്പോ തന്നെ ഇപ്പൊ ഒന്നും പറയാനില്ല, അത്രയും നല്ല ക്വാളിറ്റി ഉള്ളത് അല്ലേ. അതെ, ഷിമ്മർ മെറ്റീരിയൽ. താഴെ നല്ല വർക്കുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. അതെ, ബോട്ടം പ്ലെയിൻ ആണ് വരുന്നത്. ഇതാണ് ടോപ്പ് പോർഷൻ. ഫുൾ ഓവറോൾ വർക്കോട് കൂടി വർക്ക് വിത്ത് ഇതിന്റെ ദുപ്പട്ട കേട്ടോ. ഇതിപ്പോ നമ്മൾ നിവർത്തി കാണിക്കുന്നില്ല. നിവർത്തി കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നേരിട്ട് വരികയാണെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടായിരുന്നു നിങ്ങൾക്ക് ചോദിച്ചറിയാം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ. കാരണം ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതുമൊക്കെ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ നമ്മൾ വലിച്ചു വാരി ഇടുന്നില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ. ഇതും നമുക്ക് അതേപോലെ തന്നെ ഇതൊരു ഹക്കോബയാണ്. അതുപോലെ തന്നെ പ്രിന്റ് വന്നിട്ടുണ്ട്, ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട്. ഈ ഡിജിറ്റൽ പ്രിന്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കാലോ അല്ലെ. ഞാൻ ഇവിടെ പിടിച്ചിട്ടുണ്ട്, അപ്പൊ പിന്നെ മടക്കും പോവില്ല. ഇതിങ്ങനെയാണ് ഫുൾ ഓവറോൾ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയിലും ഫുൾ ഓവറോൾ ആ ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരു പ്രീമിയം രീതിയിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഒന്നും നമുക്ക് എന്താ പറയാ, നോർമൽ നമ്മൾ സാധാരണ എറണാകുളം മാർക്കറ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ബുട്ടിക് ടേസ്റ്റ് കിട്ടൽ ഇത്തിരി കുറവാണ്. എപ്പോഴും നമുക്ക് ഈ നോർമൽ ഐറ്റംസ് ആണ് കൂടുതൽ കണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷെ ഈ ഒരു കടയിൽ ബുട്ടിക്ക് മാത്രമേ കിട്ടുള്ളൂ. ഒക്കെ നല്ല സോഫ്റ്റ് ആണ്. അതെ, ഇത് ഒരു ബനാറസി ഫീലിംഗ് ഉണ്ട് അല്ലേ. ഫുൾ ഓവർ ഇതാണ് ഫ്രണ്ട് ലുക്ക്. മുളിന്ന് അടി വരെ ഫുൾ ഇങ്ങനെ വീവിങ് ആണ്. അതുപോലെ സ്വീക്വൻസിന്റെ വർക്ക് ഉണ്ട്, ത്രെഡ് വർക്ക് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ചാൽ ഉണ്ടാവും അല്ലെ. കളർ ചേഞ്ചും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എടുക്കുമ്പോ ഇത് എത്ര പീസിന്റെ ഒരു സെറ്റ് ആണ് എടുക്കുന്നത്? 4 പീസിന്റെ ഒരു സെറ്റ് ആണ്. ഇത് ഹോൾസെയിൽ ആണ് കേട്ടോ. ഇത് റീറ്റെയിൽ അല്ല, ഹോൾസെയിൽ ആണ്. ബൾക്ക് പീസ് ആയിട്ട് തന്നെ എടുക്കണം. കച്ചവടക്കാർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തൊരു കളക്ഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു ഹെവി പീസ് ആയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലും ഉണ്ട് കേട്ടോ.
ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരായിരിക്കും നല്ലത്. കണ്ടോ വർക്കൊക്കെ ഇങ്ങനെ തുറന്ന് നിവർത്തി കാണണം, എന്നാലേ അതിന്റെ ഷോളിലും വർക്കുണ്ട്. ഇത് ഏതാ മെറ്റീരിയൽ വരുന്നത്? ഇത് ഓർഗൻസ മെറ്റീരിയൽ. കളേഴ്സ് ഉണ്ട്, സോഫ്റ്റ് ഓർഗൻസ. അതുപോലെ തന്നെ ദുപ്പട്ട നോക്കിയ ദുപ്പട്ടയിലും ഫുൾ ഓവറോൾ വർക്ക് പോയിട്ടുണ്ട്. വർക്കും ഇതുപോലെ തന്നെ ഇടയ്ക്ക് ബൂട്ട വർക്ക്സും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് എന്നൊക്കെ പറയുമ്പോൾ ഹാൻഡ് പിക്ക് ഐറ്റം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരേപോലത്തെ ഡിസൈൻസ് എല്ലാം ഉണ്ടാവുക. എപ്പോഴും ഇങ്ങനെ കളക്ഷൻസ് ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു കളക്ഷനായി ഒക്കെ നല്ല നല്ല പീസുകളാണ്. ഞാൻ ഇങ്ങനെ കാണിക്കാം കേട്ടോ. കണ്ടോ നല്ല നല്ല വെറൈറ്റീസ്. ചിലതൊക്കെ വർക്ക് ഉള്ളിലാണ്, നമുക്കങ്ങനെ കണ്ടോ. ഇതൊക്കെ അടിയിലത്തെ പോർഷനിലുള്ള വർക്കാണ് ഫുള്ള് വരുന്നത്. സീക്വൻസ് വർക്കും പിന്നെ ത്രെഡ് വർക്കിന്റെ എഡിറ്റിംഗ് കോഡിംഗ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ദുപ്പട്ടയിലാണെങ്കിൽ ഫുൾ ഓവറോൾ വർക്ക്. ഇതാ വർക്ക് കൊണ്ട് വർക്ക്. ഇത് ഏതൊരു ഫംഗ്ഷനിൽ നമ്മൾ ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ആഗ്രഹമുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം മെയിൻ ആയിട്ട് ഇവിടെ ഇരിക്കണത് കേട്ടോ. ഫുൾ അൺസ്റ്റിച്ചഡ് മാത്രമല്ല, റെഡിമെയ്ഡിന്റെയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ബാക്ക് പോർഷനിലും വർക്ക് ഉണ്ട്. ഇതിന്റെ കാണിച്ചാല് ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ ഒരെണ്ണം നിവർത്താല എന്തായാലും. ഇതാ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ഈ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിന്റെ ബാക്ക് സൈഡ് തന്നെയാണ്. ഒരു ഡിഫറെന്റ് ലുക്ക് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലെ? അതില് ദുപ്പട്ട, ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. കളർ ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഒരുപാട് കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഒന്ന് നേരിട്ട് വരാൻ പറ്റുമെന്ന് വെച്ചാൽ അതായിരിക്കും നല്ലത്. എന്നാൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. വീഡിയോ കോൾ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ കാണിക്കാനും എത്ര സെലക്ട് ചെയ്യാനും. പക്ഷെ വരാണെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ കളേഴ്സും എല്ലാം കാണാൻ പറ്റും. എത്ര മണി തൊട്ട് എത്ര മണി വരെ ഇവിടെ ഷോപ്പ്? 9 to 7 വരെ. സൺഡേ പിന്നെ സീസൺ സമയത്താണ് കേട്ടോ എപ്പോഴും ഓപ്പൺ. ഇത് വാർലി പ്രിന്റിലാണ് ഫുൾ വന്നിരിക്കുന്നത്. അതും കോൺട്രാസ്റ്റ്. പറയൂ. മെറ്റീരിയൽ ടെസറാണ്. യെസ്, വേറെ ഒന്നും നോക്കാനില്ല. കൊച്ചമ്മമാര് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ടെസർ. അതില് ദുപ്പട്ട എന്ന് പറയുമ്പോൾ അതിനേക്കാളും പ്രിറ്റി ഫുൾ വാർലി പ്രിന്റോട് കൂടിയിട്ടാണ് കേട്ടോ കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്നത്. രണ്ട് സൈഡ് ഇങ്ങനെ ഒരു കളർ ഷെയ്ഡും അടിപൊളി അല്ലേ? അതെ, കളർ ഷെയ്ഡും അടിപൊളി. അപ്പോ ഇതില് പ്രിന്റുകൾ കുറെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒഴുകി വീഴാണ്. ഇത് ടിഷ്യൂന്റെ പറഞ്ഞോളോ. യോക്ക് വർക്കും തന്നെ ഉണ്ട്. പിന്നെ അതില് ചെറിയൊരു സീക്വൻസ് വർക്കും ഉണ്ട്. താഴെ ഉണ്ട് അതേപോലെ മുത്ത് വർക്ക്. ഷോൾ ഓർഗൻസിൽ തന്നെ ചെറിയൊരു സീക്വൻസ് ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ അല്ലേ? ഒരു സട്ടിലായിട്ട് എന്നാ കുറച്ച് വലിയ ആർഭാടമില്ല. എന്നാ വർക്ക് ഉണ്ടാവും ചോദിച്ചാൽ വർക്ക് ഉണ്ട്. അത് യോക്കിലും വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ഈ ഒരു ദാമന്റെ പോർഷനിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓവറോൾ വർക്ക് വരുന്നുണ്ട്. പിന്നെ മിക്കതും ഇത് നമുക്ക് ഹോൾസെയിൽ കച്ചവടക്കാർക്ക് മാത്രമാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ നമ്മുടെ കടയിൽ വെക്കുമ്പോൾ അതൊരു ഡിഫറെന്റ് ഒരു യൂണിക് ആയിട്ട് തന്നെ ഇരിക്കും. അത് വേറൊരു കടയില് ഈ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല അല്ലെ? എടുത്തോ ഈ സംഭവം നമ്മുടെ കടയിൽ കൊണ്ടുവച്ചാൽ നമ്മുടെ കടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരു കടയില് ഈ ഐറ്റം കിട്ടൂല. അങ്ങനത്തെ ഹാൻഡ് പിക്ക് ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. ഇങ്ങനെ വർക്ക് ഫുള്ളും ഷിഫോണിലാണ്, ഷിമ്മർ ഷിഫോണിലാണ്. ഫുള്ള് അതില് പേൾ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഇതൊക്കെ തയ്ച്ചിട്ട് വരുമ്പോഴാണ് ആ ഒരു ഫങ്ഷൻ ഒക്കെ ഇട്ട് പോകുമ്പോ ഒരു ശ്രദ്ധിക്കുമ്പോ നമ്മളെ ഭംഗിയായിരിക്കും അല്ലെ? അടിപൊളിയായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ സീസൺ അനുസരിച്ചിട്ടല്ല ഇവിടെ ഇരിക്കണത്, എല്ലാതും ബുട്ടിക് ടേസ്റ്റ് ആണ്. മിക്കതും ബുട്ടിക് കളക്ഷൻസ് ആണ് ഇവിടെ എല്ലാ ഐറ്റംസ് ഇരിക്കുന്നത്. എന്നാൽ റേഞ്ച് കുറവിന്റെ എന്ന് വെച്ചാൽ ഒരു നോർമൽ രീതിയിൽ വേണമെന്ന് പറയാൻ വെച്ചാൽ അതും ഉണ്ട് അല്ലേ? പക്ഷെ കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു 90% ഈ കടയിൽ ഇരിക്കുന്നത് മൊത്തം ഒരു ബുട്ടിക് അല്ലേ? നമുക്ക് പിന്നെ മടക്കാം സെപ്പറേറ്റ്. ഓക്കെ, പിന്നെ ഉള്ളത് പറഞ്ഞോളൂ. ഇത് ഓർഗൻസിന്റെ ആണ്. ഓർഗൻസ സോഫ്റ്റ് ഇങ്ങനെ ഒഴുകി പോണ ഓർഗൻസാണ്. അതെ, അതില് ഇത്രയും ഹെവി ആയിട്ടുള്ള ഷോളില് നല്ല വെയിറ്റ് ഉണ്ട്. മുത്തിന്റെ ആണ് വെയിറ്റ്. വർക്ക് വരുന്നത്. ആ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തുണി അത്രയും നല്ലതായതുകൊണ്ടാണ് ആ വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തുണി കംപ്ലൈന്റ് വരില്ല. ലോക്കൽ സാധനം ആണെങ്കിൽ അപ്പൊ അത്രയും ക്വാളിറ്റിയുള്ള ഐറ്റം ആണ്, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് സോഫ്റ്റ് സിൽക്ക് ആണ്. ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഒരു വീവിങ്ങിലാണ് ഇത് സിൽക്കില് വീവിങ്ങിലാണ് ഇത് ഫുൾ വരുന്നത്. അതുപോലെ ദുപ്പട്ട വരുമ്പോ ദുപ്പട്ടയില് വർക്ക് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ത്രെഡ് വർക്ക് ചെറിയൊരു സീക്വൻസ്. ഒരു ഡെയിലി വെയർ കോൺസെപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് മൊത്തം കുറച്ചുകൂടിയും പ്രീമിയം രീതിയിലുള്ള കളക്ഷൻസ് ആണ്. പ്രീമിയം എന്ന് പറയുമ്പോൾ ബുട്ടിക് പ്രീമിയം ട്ടോ. ഇനി ഇത് ലിനനാന്ന് തോന്നുന്നു അല്ലേ? ലിനനും ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെടുന്നതാണ്. അതിൽ ഫുൾ ഡിജിറ്റൽ വർക്ക്, ഇതിൽ സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്, ഇതിൽ ദുപ്പട്ടയിലും ഡിജിറ്റൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ടെസൽസിന്റെ ഡീറ്റെയിലിംഗ് ഓവറോൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കളക്ഷൻസ്. കളറും അടിപൊളി കളറ് പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഹാൻഡ് പിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന കളർ കിട്ടുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ സംഭവം അല്ലെ? അതെ, എപ്പോഴും അങ്ങനെ ചേഞ്ച് അതെ, 4 കളേഴ്സ് ഉണ്ട്, ചേഞ്ച് ചെയ്ത് വരും. ആ കളേഴ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ കളേഴ്സ് ഇല്ല. പിന്നെ ഇത് വർക്കോട് കൂടിയിട്ടാണ്, ഹെവി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് ഷിമ്മറിന്റെ ആണ്. നെക്കിന്റെ പോർഷനിലാണ് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്കും കട്ട് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ദുപ്പട്ടയിലും വലിയ ആർഭാടമൊന്നും ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. ചെറിയ ബൂട്ട വർക്ക് ഇടയിൽ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് എറണാകുളം മാർക്കറ്റിലേക്ക് വരാം. മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഗോപാല പ്രഭു റോഡ് ചോദിക്കുക. ഗോപാല പ്രഭു റോഡിലാണ് അനീര. എല്ലാവരും അങ്ങനെ ഈ വഴിക്കൂടൊക്കെ കുറെ തവണ പോയിട്ടുണ്ടാവും, പക്ഷെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കട എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കളക്ഷൻസ് അത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര പേപ്പറുടെ കടം പോലും ഇല്ലാന്ന് പറയില്ല, അങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് കളക്ഷനിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അതും ഇതിന്റെ കളർ കോമ്പിനേഷൻ അത്രയും നന്നായിട്ടുണ്ട്. നല്ല കോമ്പിനേഷനിൽ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, കളറും ഇഷ്ടപ്പെട്ടു. മൊത്തത്തില് ഇതിന് 4 ഷെയ്ഡാ വരുന്നത് കേട്ടോ. സിംഗിൾ പീസ് ഇല്ല കേട്ടോ, അത് വീണ്ടും എടുത്ത് പറയണം. നമ്മൾ ഹോൾസെയിൽ മാത്രമാണ് കച്ചവടക്കാരെന്നുള്ള ഉദ്ദേശം. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മള് ഓൺലൈൻ വെബ്സൈറ്റ് ചെയ്യുന്നവരുണ്ട്, ഓൺലൈനിലായിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അവർക്ക് പ്രീമിയം കളക്ഷൻസ് ആണ്. നല്ല എന്താ പറയാ, ഇതൊക്കെ പുറത്തൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അത്രയും മാർജിൻ ഇട്ടിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഈ ഒരു ബുട്ടിക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സെയിൽ ചെയ്യണ പോലെയല്ല. നമ്മളിപ്പോ ഈ ഒരു സംഭവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇരട്ടിക്ക് നമുക്ക് മാർജിൻ ഇടാൻ പറ്റുന്ന ഒരു ബിസിനസ്സും കൂടിയാണ് ഈ ഒരു ബുട്ടിക്കിന്റെ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഉദാഹരണം ഇപ്പൊ ഒരു 5000 രൂപയ്ക്ക് ആണെങ്കിൽ നമുക്ക് 10-15 വരെ വിൽക്കാൻ പറ്റും. ഉദാഹരണം പറയാട്ടെ, ഇതിന്റെ റേറ്റ് അല്ല പറയണത്. അല്ലെങ്കിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു 5000 രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റുന്ന കളക്ഷൻസ്. ഞാൻ റേറ്റ് എടുത്ത് പറയുന്നില്ല. ഇനിയിപ്പോ ഇതിന്റെ റേറ്റ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നേരിട്ട് വരാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇഷ്ടമുള്ളത് ഏതെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാം. പക്ഷെ സിംഗിൾ യൂസിനായിട്ട് ചോദിക്കരുത്, കച്ചവടം പർപ്പസിന് മാത്രം ചോദിക്കുക. വന്നാൽ മാത്രമാണ് നമ്മൾ റേറ്റ് എടുത്ത് പറയുള്ളൂ കേട്ടോ. അല്ലാണ്ട് വെറുതെ നമ്മള് സാധാരണക്കാർക്ക് റേറ്റ് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേറ്റ് എടുത്ത് പറയാത്തത്. മാർജിൻ നമ്മളാണല്ലോ സെലക്ട് ചെയ്യേണ്ടത്. നല്ല ഫുൾ കളർ ആയിട്ടുണ്ട്, എല്ലാ കളേഴ്സും. ശരിക്കും പറഞ്ഞാൽ ദുപ്പട്ട ഇങ്ങനെ വിരിച്ചിട്ട് വരുമ്പോഴേ ലുക്ക് തന്നെ ഇങ്ങനെ മാറി മറിക്കെന്ന് പറയില്ലേ, അതേപോലത്തെ കളക്ഷൻസ് ആണ്. അന്ന് എല്ലാം കളർ മാച്ച് ആവുന്ന ഒരു സ്കിൻ ടോണിലും പെട്ടിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത് വരുന്നത്. ഓവറോൾ ഇതാണ് കേട്ടോ ലുക്ക് വരുന്നത്. ഇതൊക്കെ ഭയങ്കര ഇങ്ങനെ ഒഴുകി വീഴ അല്ലെ, ഒഴുകി വീഴാണ്, അതേപോലത്തെ കളക്ഷനാണ്. പിന്നെയുള്ളത് ഒക്കെ നമ്മള് എന്താ പറയുക, കുറച്ച് ഐറ്റങ്ങൾ വെച്ചിട്ട് ഇവിടെ ഇരിക്കണത് കാണുന്നത് മൊത്തം സാമ്പിൾസ് ആണ്. ഒന്നും എന്താ പറയാ സ്റ്റോക്ക് അല്ല. സ്റ്റോക്കൊക്കെ ഇരിക്കുന്ന സ്ഥലം വേറെയാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ വന്നാ കാണാൻ എടുക്കാം. താഴെ വർക്ക് വരുന്നുണ്ടല്ലേ? ഫുൾ ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തൊട്ടിങ്ങനെ ഫീൽ, ഒരു ബട്ടർ ടച്ച് ഫീൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലേ, ആ ഇംപ്രഷൻ എന്തായാലും നമുക്ക് ഈ ഡ്രസ്സ് കിട്ടും. അത്രയും നല്ല അടിപൊളി കളക്ഷൻസ്. പ്രീമിയം ആണ് ഒക്കെ ക്വാളിറ്റിയില്, എല്ലാതും നല്ല ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ. പിന്നെ കളർ കോമ്പിനേഷൻ അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ആർഭാടായിട്ടുള്ള കളർ, സെറ്റൽ വേണ്ടവർക്ക് സെറ്റൽ, അതുപോലെ നല്ല ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക്. ഇപ്പൊ ഇതിന്റെ കാര്യം തന്നെ നോക്കിയൊക്കെ എന്ത് രസം അതിന്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റിലെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതും ഈ സ്വീക്വൻസ് വർക്ക് ആയാലും അതിന്റെ കല്ലായാലും
ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ലോക്കൽ അല്ല. നമുക്കിപ്പോ എങ്ങനെ പോയാലും ഇതിന് ഒരു കംപ്ലൈന്റ് വരാൻ ഒരു ചാൻസേ ഇല്ല. അത്രയും നല്ല ക്വാളിറ്റിയുള്ള ത്രെഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ക്വാളിറ്റിയുള്ള സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിന്റെ ഉള്ളിലുള്ള വർക്കിനെ കുറിച്ചിട്ടും പറയണല്ലോ. വർക്കും ആ ഒരു രീതിയിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. പാന്റും കോൺട്രാസ്റ്റ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ. ഇത് ചേച്ചി ഒന്നും പറയണില്ല. ചേച്ചിയുടെ പേര് ഇത്ര നേരമായിട്ട് ഞാൻ ചോദിച്ചില്ല, ഇത്ര നേരം വർത്താനം പറഞ്ഞിട്ട്. എന്താ പേര്? അനിത. അനിത. അനീതയില്ലേ? അതെ, സെറ്റാണല്ലേ. ഓക്കെ. ഇത് എന്താ മെറ്റീരിയൽ വരുന്നത്? ചേച്ചി പറഞ്ഞോ. ചേച്ചി മിണ്ടൂല്ലേ ഇപ്പൊ? പറയ്. ഇത് ബനാറസിന്റെ. ബനാറസിയിലാണ്. എനിക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ വർക്കാണ് ഇഷ്ടമായത്. ബനാറസിൽ വീവിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു എംബ്രോ സ്റ്റൈലിലാണ്, ഓംബ്ര സ്റ്റൈലിൽ അങ്ങനെ ഒരു ഡിഫറെന്റ് ഒരു ലുക്ക് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഈ ഒരു കളക്ഷൻസിൽ. അതും ഗ്രീൻ ആണ്. ഗ്രീനിൽ നല്ലൊരു കളർ കോമ്പോ, ഒരു പീകോക്ക്. യെസ്, പീകോക്ക് കളർ എന്നൊക്കെ പറയില്ലേ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആണോ ചോദിച്ചാൽ ഗ്രീൻ ഉണ്ട്, അതിൽ ബ്ലൂ ഉണ്ട്, വേറൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്, ഒരു പീകോക്ക് ഷെയ്ഡിലൊക്കെ വേണമെങ്കിൽ ഇപ്പൊ എടുത്താട്ടോ ഇത്. അങ്ങനെ ഞാനിപ്പോ ജസ്റ്റ് ഇങ്ങനെ വെച്ച് പോണുള്ളൂ. ബാക്കി ചേച്ചി പോലെ ഇരുന്ന് മടക്കിക്കോട്ടാ. പിന്നെ ഇതും ഡിജിറ്റൽ. ഡിജിറ്റലിന്റെ ഇത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മെറ്റീരിയൽസ് എന്നൊക്കെ പറയുമ്പോ ഷിമ്മർ ഉണ്ട്, മോഡാൽ ഉണ്ട്, പിന്നെ ഏതൊക്കെ മെറ്റീരിയൽ ചേച്ചി പറഞ്ഞേ? ടെസർ ഉണ്ട്, ക്രേപ്പ് ഉണ്ട്, സോഫ്റ്റ് സിൽക്ക്, അങ്ങനെ ഒക്കെ മുന്തിയ ക്വാളിറ്റി ഉള്ള പ്രീമിയം കളക്ഷൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. നോർമൽ നമ്മുടെ സാധാ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോട്ടൺ ആയാലും ശരി, കോട്ടൺ തന്നെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി കോട്ടൺ ഇല്ലേ, ആ കോട്ടൺ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ക്രേപ്പ് എന്നൊക്കെ പറയുമ്പോ പിന്നെ ഒന്നും നോക്കണ്ട, ആ നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പ്, മോഡാൽ, അങ്ങനെ. അപ്പൊ ഇതിന്റെ ദുപ്പട്ടയും ടോപ്പും കണ്ടു നമ്മള്. ഇതൊക്കെ ഇപ്പൊ ഇന്നത്തെ ഡേറ്റിലുള്ളതാണ്, നാളെ എന്താണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ബ്ലാക്ക് ലവേഴ്സ്. യെസ്, ബ്ലാക്കിന് വേണ്ടിട്ട് അത് നല്ല ജെറ്റ് ബ്ലാക്കിൽ ഫുൾ ഇങ്ങനെ ഒരു കോഡിങ്ങിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്വീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട നോക്ക്, ഫുൾ വർക്ക് കേട്ടോ, ഫുൾ ഓവറോൾ വർക്ക് വന്നിരിക്കുന്നത്. അതിന്റെ പാന്റ് വരുമ്പോ പാന്റ് ബ്ലാക്ക് തന്നെയാണ്. ഈ ബ്ലാക്ക് കോൺട്രാസ്റ്റ് അല്ല, സോറി, ബ്ലാക്ക് സെയിം ആണ് വരുന്നത് കേട്ടോ. ബ്ലാക്കിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല എന്നുള്ളത് അല്ലെ. ബ്ലാക്കും വൈറ്റ് എന്നൊക്കെ പറയുമ്പോ അത് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി എല്ലാം കളേഴ്സ്. അപ്പൊ ഇതൊരു കളക്ഷനായി. ഇതൊക്കെ ഈ ഇരിക്കുന്നത് മെറ്റീരിയൽ ടെസർ. പക്ഷെ ഈ ടെസർ മെറ്റീരിയൽ എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം, പക്ഷെ ഇതിലത്തെ ഈ ഒരു വർക്കാണ് മെയിൻ ആയിട്ട് ചേച്ചിങ്ങനെ പിടിച്ച് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഈ ഒരു വർക്കാണ് കേട്ടോ. തെങ്ങല്ലേ ഇരിക്കണേ? അത് തെങ്ങ്. അതും നമ്മൾ കയ്യോണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഫുൾ ഹാൻഡ് വർക്ക്, പേളുടെ ഡീറ്റെയിലിംഗ്, സ്റ്റോണിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്, കട്ട് വർക്ക് വന്നിട്ടുണ്ട്. അതും ടെസർ എന്നൊക്കെ പറയുമ്പോ ഒരു ടെസർ അടിപൊളി ബനാറസി ഷോള്. ദുപ്പട്ട, ഈ ദുപ്പട്ട എല്ലാ പെണ്ണുങ്ങളുടെ ഒരു സ്വപ്നമാണ്, ഒരു ബനാറസി സ്റ്റൈലിലുള്ള സാരിയോ ദുപ്പട്ടയോ ചുരിദാറോ ഒക്കെ ഇടണം എന്നുള്ളത്. പക്ഷെ സാരി ഉടുക്കാത്തവരാണെങ്കിൽ അവർക്ക് വേറെ ഓരോ ഓപ്ഷനില്ല, അവർക്ക് 3 പീസിന്റെ സെറ്റ് തന്നെ എടുക്കണം. അപ്പൊ അങ്ങനെ 3 പീസിന്റെ സെറ്റില് ബനാറസിയില് ദുപ്പട്ടയും വരുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി. എനിക്ക് ഇതിന്റെ വീവിങ്ങിന്റെ ആ ഒരു സെറി വർക്കാണ് മെയിൻ ആയിട്ട് ഇഷ്ടമായത്. എന്നുവെച്ചാൽ വീവിങ് എന്ന് പറയുന്നത് നല്ല സട്ടലായിട്ടുള്ള സെറി വർക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ കാണിക്കാൻ. ഇത് ഫ്രഞ്ച് നോട്ടാ, ഫ്രഞ്ച് നോട്ടില് ഡിജിറ്റൽ വർക്ക് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ കാണിക്കാൻ ഫുൾ നിവർത്തുന്നില്ല. ഇതാണ് ദാമന്റെ പോർഷൻ. ഇതില് ഡിജിറ്റൽ വർക്കും ഫ്രഞ്ച് നോട്ടാണ് ഒറിജിനൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുമ്പോ ഇത് കോൺട്രാസ്റ്റ് ആണ്. ഇതിന്റെ പാന്റ് വന്നിരിക്കണേ ഇങ്ങനെ. പിന്നെ സീക്വൻസ് വർക്ക്. ഇത് ഓർഗൻസയില് ഷിഫോണാണ്. ഇത് ഷിഫോണിന്റെ ദുപ്പട്ട. ഇതാ ഇതിലും വർക്ക് വന്നിട്ടുണ്ട്, ദുപ്പട്ടയിലും ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. പൈപ്പിംഗിന്റെ ഡീറ്റെയിലിംഗ് സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇടയിൽ ഈ ഒരു ബൂട്ട വർക്ക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബോഡി ഓവറോൾ ഈ ഒരു സീക്വൻസ് വർക്കും, അതെ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ വർക്കോട് വർക്കാണ്. കുറച്ച് തിളക്കം കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മുതല് ഓർഗൻസ. അതും കളർ നോക്കും, മഞ്ഞന്ന് പറയുമ്പോ ഞാൻ വിടൂല. മഞ്ഞയിൽ തന്നെ എന്ന് പറയുമ്പോ നല്ല മഞ്ഞുള്ളത് അങ്ങനെയല്ല, നല്ല മഞ്ഞ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന
കണ്ണിന് കുളിർമ കിട്ടുന്ന ഒരു മഞ്ഞാന്ന് പറയില്ലേ, ആ ഒരു മഞ്ഞാണ് ഷോളിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. എന്താ പ്രീമിയം എന്ന് പറയുമ്പോ ഇതാണ് അല്ലെ. ഫംഗ്ഷന് ഇനി സാരി ഒക്കെ ഉപേക്ഷിക്കാൻ നമുക്ക് ഇതൊക്കെ മതി. അതിലും എത്രയും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടും. പക്ഷെ ഒരു പീസിനായിട്ട് ആരും വരെ ഇരിക്കും കേട്ടോ. 4 കളേഴ്സ് ഒരുമിച്ച് എടുക്കണം. 4 കളേഴ്സ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ ഇത് അൺസ്റ്റിച്ചഡ് മാത്രം ഇവിടെ നമ്മൾ തീർന്നിട്ടില്ല അല്ലെ. അൺസ്റ്റിച്ചഡിന്റെ ഇനിയും ഉണ്ട്, കുറച്ച് കൂടുതലുണ്ട് കാണിക്കാനായിട്ട്. ഇത് ഫുൾ അതെടുത്തു പറഞ്ഞു. ചേച്ചി പറയുന്നില്ല, ചേച്ചി എന്ന് പറയാൻ പറ്റില്ല, പേര് വീണ്ടുമ്പോ അനിത പറയൂ. യോക്ക് വർക്കാണ് വരുന്നത്, ഫുള്ളും അതുണ്ട്, താഴെ വർക്ക് തന്നെ ഉണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ലേ ഓർഗൻസിൽ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലാണ് ഈ വർക്ക് വരുന്നത്. അതിന്റെ യോക്കിന്റെ വർക്ക് തന്നെ ദുപ്പട്ടയില് വന്നിരിക്കുന്നത് അല്ലേ. ബാക്കി ദുപ്പട്ടയില് ഓവറോൾ പ്ലെയിൻ ആണ്. താഴെ സൈഡിൽ മാത്രമേ ഉള്ളൂ, സൈഡ് പോർഷൻ മാത്രം മതി. അതന്നെ ധാരാളം. കളർ തന്നെ മതിയില്ലേ. ടോപ്പിൽ ഹെവി വർക്ക് ഉണ്ട്. ഹെവി വർക്ക്, പിന്നെ കളർ തന്നെ മതിയില്ലേ, ധാരാളം. ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇത് കോട്ടൺ ആണ്. കോട്ടന്റെ ആയിട്ടില്ല. ഇത് കോട്ടൺ എടുക്ക്. ഇത് ഫുൾക്കാരിയിലാണ് കേട്ടോ. ഫുൾക്കാരിയില് ഫുൾ ഓവറോൾ ഫുൾക്കാരി എന്ന് പറയുമ്പോൾ 2-3 ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിലത്തെ കുറച്ച് നല്ല ക്വാളിറ്റിയാണ് ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് പറയുമ്പോൾ ക്വാളിറ്റി ലൈറ്റ് കിട്ടുള്ളൂ. അത് പ്രതീക്ഷിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് എന്താ പറയാ, ഒരു 100 രൂപ ആയിട്ട് അല്ലെങ്കിൽ 200 രൂപ ആയിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട. ഇവിടെ വരുന്നതൊക്കെ ഓൾമോസ്റ്റ് പ്രീമിയം ക്വാളിറ്റിയിലുള്ളത്. റേഞ്ച് വൈസ് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും. കാരണം ഇത് ഹോൾസെയിലാണ്, റേറ്റ് കുറവാണ്, എഫോർട്ട് ചെയ്യാൻ പറ്റിയ റേറ്റ് ആണ്. എന്നാലും ബുട്ടിക്കിൽ പോയി മേടിക്കുന്നേക്കാളും റേറ്റ് കുറവുണ്ടാവും കേട്ടോ. പക്ഷെ ഹോൾസെയിലാണ്, കച്ചവടക്കാർക്ക് മാത്രമാണ്. നിങ്ങൾ അങ്ങനെയല്ലേ കൊടുക്കുള്ളൂ? അല്ല, അത് എടുത്ത് നമ്മൾ ചോദിക്കാണ്. ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ബ്രഷ് പെയിന്റ് പോലെ ചെയ്ത് വെച്ചിട്ട് ഫുൾ ഇങ്ങനെ ത്രെഡോട് കൂടിയിട്ടുള്ള വർക്ക്, ബ്ലാക്ക് കോമ്പിനേഷൻ. ആഹാ, അടിപൊളി. ഇതിങ്ങനെ തന്നെ മടക്കി വെച്ചോ, കോട്ടൺ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ഇതെടുത്തോളൂ. സെമി സിൽക്കില് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂട്ട വർക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ടയിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇതിന് മെയിൻ ആയിട്ട് ദുപ്പട്ട തന്നെയാണ് കേട്ടോ. നെക്കിൽ ഇങ്ങനെ വർക്ക്, ദുപ്പട്ടയിൽ ഫുൾ ഓവറോൾ വർക്ക്, മിററുടെ വർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ. അപ്പൊ ഇത് സിൽക്കില് അല്ലേ. അപ്പൊ സിൽക്ക് വേണോ, ബനാറസി വേണോ, മോഡൽ വേണോ, അങ്ങനെ മെറ്റീരിയൽസ് ക്രേപ്പ് വേണോ? കോട്ടൺ കോട്ടൺ ആയാലും നല്ല കോട്ടൺ അല്ലേ. ഫ്രഞ്ച് വർക്ക് വരുന്നുണ്ട് ചെറുതായിട്ട്. ഫ്രഞ്ച് നോട്ട് വരുന്നുണ്ട്, സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. സൈഡിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കോട്ടണില് യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ദുപ്പട്ടയും സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ഇതിൽ ഫുൾ ഇങ്ങനെ നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്. പ്ലെയിൻ ആണ് ഇതിന്റെ പാന്റ് വരുന്നത്. കോട്ടൺ തന്നെ ഏതൊരു ജയ്പൂരി കോട്ടൺ, അതിൽ ലേസ് വർക്ക്, ഈ ക്രോഷ്യേയുടെ ലേസ് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പാന്റ് എന്ന് പറയാനായിട്ട് ഷോളും അതുപോലെ തന്നെ പാന്റും ഷോളും വർക്ക് വന്നിട്ടുണ്ട്. ഇത് പാന്റ് പ്ലെയിൻ ആണെന്ന് തോന്നുന്നുണ്ട്. ദുപ്പട്ടയിൽ ഇങ്ങനെ ലേസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ക്രോഷ്യേയുടെ ലേസ് വർക്കാണ് കേട്ടോ. കോട്ടൺ, നല്ല പ്രീമിയം കോട്ടൺ. ഇതും കോട്ടണിൽ തന്നെ കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഇതൊക്കെ പ്രിന്റ് ആണ്, ബ്ലോക്ക് പ്രിന്റ് ആണ്. പക്ഷെ ബ്ലോക്ക് പ്രിന്റ് ആയാലും അത് വാഷ് ചെയ്താൽ കംപ്ലീറ്റ് ഒന്നും വരില്ല. കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു ദുപ്പട്ട. ഇത് പാന്റ്, അങ്ങനെ പാന്റിനും പ്രിന്റ് വരുന്നുണ്ട് അല്ലേ. പക്ഷെ നല്ല കോട്ടൺ ആട്ടോ. ഇതിങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾക്ക് ക്യാമറയിൽ ക്വാളിറ്റി അറിയാൻ പറ്റില്ല. അപ്പൊ ക്വാളിറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം, കാണാം, ടച്ച് ആൻഡ് ഫീൽ ചെയ്യാം. ഫീൽ ചെയ്ത് കഴിഞ്ഞ് പറയുന്ന കഷ്ണികളെ ഇരട്ടി കാശ് എടുത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കും അല്ലേ. അത്രയും നല്ല ക്വാളിറ്റിയാണ്. കോട്ടൺ, ഇതും കോട്ടണിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതും കളർ ലെവൻഡർ. ഓ, സൂപ്പർ കളർ. അതില് ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ. പിന്നെ ഓവറോൾ ഇങ്ങനെ ഒരു പ്രിന്റിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. കോട്ടണിൽ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ. ഇതും കോൺട്രാസ്റ്റിലാണ്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കോൺട്രാസ്റ്റില്. പാന്റ് വരുമ്പോ സെയിം കളർ ആയിരിക്കും. സെയിം കളർ കോൺട്രാസ്റ്റ്. ബ്ലൂ പാന്റ്, ഇത് ദുപ്പട്ട. രണ്ട് കളർ കൂടി ഒരുമിച്ചാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോ ഇതിന്റെ ആ ഒരു പ്രിന്റ് തന്നെയാണ്. ആ പ്രിന്റും കാണാൻ ഭംഗിയാണ് ഇട്ട് വരുമ്പോ. റെഡ്, ഇതും കോട്ടൺ തന്നെ.
അതിന്റെ 2 കളർ. ആ 2 കളർ. ഇത് രണ്ടും എടുക്കണ്ട. അപ്പൊ അതിന് 4 കളർ ഷെയ്ഡ് അല്ലേ വരാ? ഇത് 2 ഷെയ്ഡാണ്. 2 ഷെയ്ഡ് മാത്രമല്ല. അപ്പൊ ചിലതില് 2 കൂടുതൽ 4 പീസാണ് വന്നത്. അങ്ങനെ മിക്സ് ആയിട്ട് അങ്ങനെ മാറി മാറി നിൽക്കുന്നു അല്ലേ? ഓക്കെ. ഇനി നമുക്ക് 2 പീസ് 3 പീസ് കാണിച്ചാലോ? ഇതിപ്പോ നമ്മൾ കാണിച്ചത് മൊത്തം നമ്മള് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് കാണിച്ചത്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസിൽ ഇതും ഒന്നും നമുക്ക് നോക്കാം. ഇത് ഏതാ മെറ്റീരിയൽ? ഇത് ഓർഗൻസയില് സോഫ്റ്റ് വരുന്നതാണ്. നല്ല വർക്കും വരുന്നുണ്ട്. താഴെയാണ് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ മാത്രമല്ല കേട്ടോ, ഓവർ നോക്കുകയാണെങ്കിൽ ഫുൾ സറോസ്കി ഡയമണ്ട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഷിമ്മറി രീതിയിലുള്ള ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. ഇനി ക്രേപ്പില് ഇത് ക്രേപ്പ് ഫ്രണ്ട് പോർഷൻ സെറ്റാണത്. ഇതാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇത് റെഡിമെയ്ഡ് അല്ലേ? റെഡിമെയ്ഡ്. തുറന്നൂടെ? തുറക്കാം. ഇനി നമുക്ക് കളി മാറും. അൺസ്റ്റിച്ചഡ് എന്ന് പറയുമ്പോ അങ്ങനെയല്ല, ഇത് റെഡിമെയ്ഡ്. റെഡിമെയ്ഡിലാകുമ്പോ നമുക്ക് നിവർത്തി കാണിക്കാം. നമുക്ക് ദുപ്പട്ട വരുന്നുണ്ട് ഇതിന്റെ കൂടെ. ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ. 3 പീസിന്റെ കളക്ഷൻസ് ഉണ്ട്, 2 പീസ് ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ടോപ്പും അവൈലബിൾ ആണ് കേട്ടോ. ഒക്കെ നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ ഇനി ഞാൻ ഇതിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് റെഡിമെയ്ഡ് തന്നെയല്ലേ? റെഡിമെയ്ഡിൽ ഒരു പാർട്ടി വെയർ നോക്കിയാലോ? ഇതൊക്കെ എടുക്കുമ്പോഴേക്ക് ഇങ്ങനെ ഒഴുകി ഒരു ആൾമാരിയിലൊക്കെ വെക്കുമ്പോ നമ്മുടെ വാൾട്ടിലൊക്കെ വെക്കുമ്പോ ഇങ്ങനെ ഒഴുകി അത്രയും സോഫ്റ്റ് കേട്ടോ. കേട്ടാ ഫ്രണ്ട് ലുക്ക്. അതുപോലെ അതിന്റെ ബാക്ക് സൈഡ് ആണ് ഫുൾ ഓവറോൾ പ്രിന്റ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്ലസ് സൈസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മീഡിയം ലാർജ് XL ഡബിൾ XL അങ്ങനെയാണ് എടുക്കേണ്ടത്. മീഡിയം ലാർജ് XL ഡബിൾ XL അതിന്റെ 4 പീസിന്റെ ഒരു സെറ്റാണ് കേട്ടോ എടുക്കേണ്ടത്. ഇതിനേക്കാൾ ഇഷ്ടമായത് എനിക്കെന്നല്ല, നമ്മളെല്ലാ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് ഓഫ് വൈറ്റ്. പിന്നെ അതില് ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറയാൻ പിന്നെ പറയേ വേണ്ട. കണ്ടോ, അതും ഡിജിറ്റൽ പ്രിന്റ് ഓഫ് വൈറ്റിൽ വരുമ്പോ കളർ കോമ്പിനേഷൻ ആണ്. ഇതൊക്കെ ഇവര് ഹാൻഡ് പിക്ക് ഐറ്റമാണ്. ഇവര് ഓരോന്നിങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒരു കളർ സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പൊ അതെന്തായാലും മുതലാക്കി എടുക്കുക അല്ലെ? എന്തായാലും അത് യൂട്ടിലൈസ് ചെയ്യാ, നേരിട്ട് വരാ, കാണാ, ടച്ച് ആൻഡ് ഫീൽ ചെയ്യാ. തൊട്ട് ഫീൽ ചെയ്യണതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. വീഡിയോ കോൾ ഉണ്ട് കേട്ടോ. വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഇല്ലാന്നില്ല, വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് മേടിക്കുന്നവർക്കാണെങ്കിൽ നോ പ്രോബ്ലം. ഫസ്റ്റ് ടൈം വരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് വന്ന് നിങ്ങൾ നോക്ക് എന്താണ് ഈ കടയിലിരിക്കുന്നത്. കടയിലിരിക്കുന്ന ഐറ്റംസ് പിന്നെ ഒരു തവണ കണ്ടേക്കുക, പിന്നെ 2ാമത്തെ തവണ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തോ, നോ പ്രോബ്ലം. അല്ല ഫസ്റ്റ് ടൈം നമ്മൾ നമുക്ക് മെറ്റീരിയൽ ഒക്കെ എന്താണെന്നെല്ലാം അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഇവരായിട്ട് ഒരു ഫ്രണ്ടിൽ ടച്ച്. പിന്നെ അനിത അതെടുക്കൂ, അനിത ക്രേപ്പിന്റെ എടുക്കൂ, ഇതെടുക്കുന്ന് പറയുമ്പോഴേക്കും സാധനം സെറ്റ് അല്ലേ? പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്കൊക്കെ എത്തിച്ചു തരും. പിന്നെ അതിനും ഡൗട്ട് ഇല്ല. ഇതൊക്കെ നോക്കിയാ കളക്ഷൻസ് ഞാൻ പെട്ടെന്ന് കാണിക്കാം കേട്ടോ. ഓൾറെഡി നമുക്ക് നല്ല ലെങ്തി ആവണ്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇതും ദുപ്പട്ടോട് കൂടിയിട്ട് വരുന്നത് 3 പീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ. കുഴപ്പമില്ല, ഇങ്ങനെ കാണിക്കാം. ഇത് ഫുൾ കവറിൽ ഇങ്ങനെ പാക്കിംഗ് ആയതുകൊണ്ട് ഇങ്ങനെ ദുപ്പട്ടയാണ് വരുന്നത്. ഓവറോൾ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ പ്രിന്റ് വരുന്നുണ്ട്. പിന്നെ പറയൂ. ഇത് പാർട്ടി വെയറില് ഫുൾ ജിക്ക അങ്ങനെ ഒരു കളക്ഷൻ. ബോട്ടം പലാസോ ആണ് കേട്ടോ വരുന്നത്. പലാസോയില് എൻഡ് പോർഷനിലും ഈ ഫുൾ ഇങ്ങനെ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ദുപ്പട്ട തന്നെയാണ്. ദുപ്പട്ട ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ്റെ, സാധാരണ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ടോപ്പ് വേറെ ബോട്ടം വേറെ മെറ്റീരിയൽ, അല്ലെങ്കിൽ ദുപ്പട്ട വേറെ മെറ്റീരിയൽ. പക്ഷെ ഇത് 3ഉം ഒരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. സാധാരണ അങ്ങനെയല്ല, ടോപ്പ് വേറെ ബോട്ടം വേറെ മെറ്റീരിയൽ. പക്ഷെ ഇവരുടെ കേസിൽ നോക്കുകയാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാതും ഒരു ഒറ്റ മെറ്റീരിയലില്ല. പാന്റ് ആയാലും ടോപ്പ് ആയാലും ദുപ്പട്ട ആയാലും എന്ന് വെച്ചാൽ എന്താണ് അതിനാവശ്യം എന്ന് വെച്ചാൽ അതിനുള്ള മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞോ. സിമ്പിൾ ആയിട്ട് വർക്ക് വേണ്ടാത്തവർക്ക് മസ്ലിനിൽ വരുന്നുണ്ട്. അങ്ങനെ പല മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ എനിക്ക് തോന്നുന്ന പ്രീമിയം കളക്ഷൻസ് അല്ലെങ്കിൽ ബുട്ടിക്കാർക്ക് വെക്കുന്ന കളക്ഷൻസിന്റെ ഒരു കട എന്ന് പറയുന്നത് നമുക്ക് അനീര തന്നെയാണ്. നോ ഡൗട്ട് ഇവിടെ അത് മാത്രം കിട്ടുള്ളൂ, വേറെ ഒരു ഐറ്റം ഇല്ല. ഇത് കോൺട്രാസ്റ്റിൽ വരുന്നത് അല്ലേ? കണ്ട ഇപ്പൊ ഇത് നോക്കിയാൽ ഇതൊക്കെ നമുക്ക് ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുക. കാരണം ഇത് 3 ഹെവി വർക്ക് മീൻസ് പ്രിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 2 കൂടി വർക്ക് വരുമ്പോ മൊത്തം പോയി. അപ്പൊ അത് കണ്ടറിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് സെലക്ട് ആക്കി നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് അവർ കൊണ്ടുവരുന്നത് ഓരോരോ പീസുകൾ. അപ്പൊ ഹാൻഡ് പിക്ക് ഐറ്റം തന്നെയല്ലേ.
ഇതും 3 പീസാ? 3 പീസാണ്. 3 പീസ്. ഊരണ്ട ഇങ്ങനെ കാണിക്കാം. ബോട്ടം പ്രിന്റഡ്. ഇങ്ങനെ ബോട്ടം പ്രിന്റ് വരുന്നത് അല്ലേ? ഇതിങ്ങനെ യോക്കിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മസ്ലിനില് ഫോയിൽ പ്രിന്റോട് കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ട് മാത്രമല്ല ബാക്ക് സൈഡിലും ഈ വർക്ക് വരുന്നുണ്ട്. നോർമലി ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഫ്രണ്ടും ബാക്കും സാധാരണ എന്താ ചെയ്യാൻ ഫ്രണ്ടില് പ്രിന്റ് ബാക്കിൽ പ്രിന്റ് ഉണ്ടാവില്ല, പ്ലെയിൻ ആണ് വരുന്നത്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഓവറോൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് പ്രിന്റ് കാണാം. കൈ കാണണോ, ബാക്ക് കാണണോ, ഫ്രണ്ട് കാണണോ എല്ലായിടത്തും. അതുപോലെ അതിന്റെ ദുപ്പട്ട ദുപ്പട്ട സട്ടല്ല അല്ല, നല്ല രസമുണ്ടല്ലേ പാന്റിന്റെ നോക്കിയാൽ സ്ട്രൈപ്സ് ആയിട്ട് വരുന്നത്. ഇട്ടാരും നോക്കാണ്ട് പോവില്ല അല്ലേ, അത്രയും സെറ്റപ്പാണ്. നല്ല കളറ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ ഫ്രണ്ടില് ഈ അടിയിൽ കാണുന്ന ഈ പ്രിന്റ് ഇല്ലേ, അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതേപോലെ പ്രിന്റ് തന്നെ ബാക്കിലും ഫ്രണ്ടിലും. അതാണ് ഓരോന്നോരോന്ന് എന്ത് വേണം ഏത് വേണം എന്നുള്ളത് അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതില് ഈ പ്രിന്റ് കാണുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് പിന്നെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ പ്രിന്റ് തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രിന്റ് വർക്കൊക്കെ സൂപ്പർ അല്ലേ? ഇതൊക്കെ 3 പീസ് ആട്ടോ. 3 പീസാണ്. അതെ. ഇത് താഴെ വർക്ക് വന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ അടിയിൽ കാണുന്ന ആ ഒരു ഡിജിറ്റൽ വർക്ക് ഇല്ലേ, അതന്നെ സെയിം നമുക്ക് ഇതാ ബാക്ക് സൈഡിലും വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫ്രണ്ടിന് കണ്ടാലും ബാക്കിൽ കണ്ടാലും സ്റ്റാൻഡേർഡ് വിട്ടിട്ടുള്ള കളിയില്ല അല്ലേ? അതെ, അങ്ങനെയാണ്. ഇത് നോക്കിയേ ദുപ്പട്ട. ഈ കളർ ഇപ്പൊ ഇത്തിരി ട്രെൻഡിൽ നിൽക്കണതാണ്. വെച്ചാൽ ലെവൻഡർ ഷെയ്ഡും ആയിരുന്നു ട്രെൻഡ്. ഇപ്പൊ ഈ കളർ ഇത്തിരി കൂടുതൽ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ബ്ലാക്ക് ഇതും 3 പീസ് തന്നെയാണ്. 3 പീസാണ്. ഇത് ഇട്ട തന്നെയാട്ടാ. ഇതില് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആണ് അല്ലേ? നല്ല സോഫ്റ്റ്, നല്ല കൂളിംഗ് എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും മൊഡാലില്. പിന്നെ പറയണ്ടല്ലോ, മൊഡാലാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലും അവൈലബിൾ ആണ്. അങ്ങനെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒക്കെ ആ രീതിയിലാണ് കേട്ടോ നമുക്ക് ഇവിടെ അവൈലബിൾ. ഡബിൾ ഷെയ്ഡില് ഓംബ്രി സ്റ്റൈലില് കേട്ടോ. അടിയിൽ വേറെ ഷെയ്ഡ്, മുകളിൽ വേറെ ഷെയ്ഡ്, പിന്നെ വിത്ത് ദുപ്പട്ട ഓർഗൻസ. അപ്പൊ ഇങ്ങനെയാണ് കളക്ഷൻസ് ഇവിടെ ഒരുപാട് ഉണ്ട് അല്ലേ? അതെ. ഇത് നമ്മൾ ഡമ്മിയില് ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് പുറത്ത് ഡമ്മിയില് കണ്ട പോലെ ഇല്ല അല്ലെ? അത് വേറെ ഒരു റെഡ് ഞാൻ കണ്ടു ഡമ്മിയില്. അതൊരു മോഡലാണ്. ഇത് കണ്ടോ? ഇത് വേറൊരു മോഡൽ. കാണുമ്പോ ഒരു പ്രീമിയം ഫീലിംഗ് ഉണ്ടല്ലേ, ഒരു സ്റ്റാൻഡേർഡ്. ഇത് കോട്ടന്റെ ആണ്. കോട്ടണില് പ്രീമിയം. നേരത്തെ കണ്ട കോട്ടൺ ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ അൺസ്റ്റിച്ചഡ് ആയിരുന്നു. ഇപ്പൊ ഇത് കാണിക്കുന്നത് മൊത്തം ഈ 60 കോട്ടൺ എന്നൊക്കെ പറയില്ലേ, നല്ല ടൈപ്പ് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു കളക്ഷൻസ്. അതും 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. അതില് മൽമൽ കോട്ടൺ ദുപ്പട്ട പ്രിന്റഡ് ആണ്. ബോട്ടം പ്രിന്റഡ് തന്നെയാ? പ്രിന്റഡ് പ്രിന്റ് തന്നെയാണ് വരുന്നത് അല്ലേ? അതെ. ഇനി നമുക്ക് ഇങ്ങനെ ഫുൾ നിവർത്തണ്ടോ? കുഴപ്പമില്ല, ഇങ്ങനെ കാണിക്കാം. ഇതില് കോട്ടൺ, ഇതിന്റെ നെക്ക് പോർഷൻ ആണ് ഈ കാണുന്നത്. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പാന്റ് വിത്ത് ദുപ്പട്ടയിൽ വരുമ്പോ 2 ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. പിന്നെ ഇതില് കോട്ടൺ നോക്കുകയാണെങ്കിൽ ഈ കോട്ടണിൽ ഒക്കെ വർക്ക് വന്നിട്ടുണ്ട്, പ്രിന്റ്. ആ പ്രിന്റില് ഇത് പാന്റ് വിത്ത് ദുപ്പട്ട കോൺട്രാസ്റ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതും ഇത് തന്നെയാ. ഇങ്ങോട്ട് വരും. ഇവിടെ സാധനങ്ങൾ മൊത്തം കണ്ട കോട്ടണില് തന്നെയാണ് കേട്ടോ. ഇത് കോട്ടണില് ഈ കാണുന്നത് ഫുള്ള് ത്രെഡ് വീവിംഗില്, അതില് ഹാൻഡ് വർക്ക്. അപ്പൊ കോട്ടണിൽ തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇത് മിറർ വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് തന്നെ ഉണ്ട്. ഓ, അപ്പൊ നോർമൽ ആയിട്ടുള്ളത് ചെറിയ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, കുറച്ച് കൂടുതൽ ഹാൻഡ് വർക്കിൽ വരുന്നുണ്ട്. അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ അല്ലേ? കോട്ടണിലാണ് ഈ പറയുന്നത്. കോട്ടൺ വർക്ക് ചെറിയൊരു. ഇത് യോക്കില് മാത്രമായിട്ട് വർക്ക് വരുന്നത്. ഇത് നേരത്തെ കണ്ട നമ്മൾ കളർ ഇത് നേരത്തെ നമ്മൾ കണ്ടില്ല, അതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ് ആട്ടോ. ഷോൾ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ കോട്ടൺ തന്നെയല്ലേ? അതെ, കോട്ടൺ കട്ടിങ്. അനാർക്കലി സ്റ്റൈലില് ഫ്ലയർ ഉള്ളത് പിടിച്ചോ. അനാർക്കലി സ്റ്റൈൽ. അപ്പൊ സ്ട്രൈറ്റ് കട്ടാണ് ഇത്ര നേരം നമ്മൾ കണ്ടത്. അപ്പൊ ഇത് അനാർക്കലി സ്റ്റൈലിലും അവൈലബിൾ ആണ്. ബോട്ടം ദുപ്പട്ട ഇതൊക്കെ അതിൽ തന്നെ അനാർക്കലി സ്ലിറ്റ് ഉള്ളത് കോട്ടണില് കേട്ടോ. സ്ലിറ്റ് ഉള്ളത് ഇത്
ഇത് 2 പീസ് 2 പീസ് ഇപ്പൊ വരണുള്ളൂ. കോഡ് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു നോർമൽ എന്നുള്ള രീതിയിൽ നമ്മൾ കോൺസെപ്റ്റിലുള്ള രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കോഡ് സെറ്റ് ഇവിടെ അവൈലബിൾ ആണ് 2 പീസിൽ. ഇപ്പൊ 2 പീസ് കോഡ് സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം അതിലാണല്ലോ പെടുന്നത്. അപ്പൊ എല്ലാരും 2 പീസ് പോയി ഇപ്പൊ കോഡ് സെറ്റ് എന്നാണ് കൂടുതൽ പറയുന്നത്. സെയിം മെറ്റീരിയൽ സെയിം പ്രിന്റിൽ തന്നെ പാന്റും ടോപ്പും. ഇനി കോഡ് സെറ്റിന്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ അവൈലബിൾ ആണ്? കോട്ടണിൽ വരുന്നുണ്ട്, വത്തിക്കാന്റെ ഉണ്ട്, ഇതൊക്കെ അതിൽ തന്നെയാണ് കേട്ടോ. കോഡ് സെറ്റിന്റെ റയോണിലുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഒരു നല്ല ക്വാളിറ്റികൾ തന്നെയാണ്, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇതൊക്കെ അതിന്റെ കളക്ഷൻസ്. പാന്റും സെയിം ഈ ഒരു പ്രിന്റിൽ ഈ ഒരു ഫാബ്രിക്കിൽ തന്നെ വാട്ടിക്കൻ സിൽക്ക് ഉണ്ടാവും, പിന്നെ റയോണിലുണ്ട്, കോട്ടണിലുണ്ട്. ഇത് മൂന്നാണ് മിക്കതും നമുക്ക് 2 പീസില് കോൺസെപ്റ്റില് കൂടുതൽ വരുന്നത് കോഡ് സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പലാസോ വരുന്നുണ്ട്, നോർമൽ കൂടുതൽ പലാസോ തന്നെ. കോഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അത് തന്നെ കൂടുതൽ, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫിറ്റില് കുറച്ച് കുറവാണ്. പക്ഷെ അതില് നെക്കിന്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കോളർ നെക്ക് വരുന്നത്, കോളർ നെക്ക് വരുന്നുണ്ട്, ഇങ്ങനത്തെ ഡിഫറെന്റ് നെക്ക് വരുന്നുണ്ട്. പിന്നെ നെക്ക് വരുന്നുണ്ട്, വി നെക്ക് വരുന്നുണ്ട്. അംബ്രല്ല കട്ടിങ് ആണ്. ഇതൊരെണ്ണം തുറക്കാം. അംബ്രേല ആയതൊന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കേട്ടോ. ഇതാ ഒരു സെമി അംബ്രേല. അതില് നമുക്കത് ഇവിടെ ഒരു നടുക്കിൽ ഇങ്ങനെ ഒരു കട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലീറ്റ് കണ്ടോ, ഇവിടെ ഈ ഒരു ഫ്ലീറ്റ് കണ്ടോ. ഇതിപ്പോ 2 പീസിൽ 4 കളേഴ്സ് ആയിരിക്കും ഉണ്ടാവും അല്ലെ? ഇത് 4 കളേഴ്സ് ഉണ്ട്. 4 കളേഴ്സ് ഉണ്ട്. ഇതിലും ഉണ്ട് 4 കളേഴ്സ്. ഇതിലും 4 കളേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാ, പക്ഷെ തുറന്ന് നിവർത്തി കാണിക്കുമ്പോൾ അതിന്റെ ഭംഗി അറിയുന്നുള്ളൂ അല്ലെ? ഓക്കെ. ഇത് വിത്ത് പാന്റ് 2 പീസ് അല്ലേ? ഓക്കെ. 2 പീസില് ഇത് സെയിം തന്നെ കേട്ടോ. മെറ്റീരിയൽ വരുന്നത് സെയിം മെറ്റീരിയൽ, പാന്റിലും സെയിം തന്നെ. അങ്ങനെ കളക്ഷൻസ്. ഇത് ഫുൾ നമ്മളിപ്പോ തന്നെ കാണിച്ചതല്ലേ? ഇല്ല അല്ലെ? കോളർ ഇങ്ങനെ വാട്ടിക്കൻ സിൽക്കിലാണ് കേട്ടോ ഇത് വരുന്നത്. റൗണ്ട് നെക്കിൽ വേണോ, കോളറിൽ വേണോ? ഇതിങ്ങനെ ഓപ്പൺ ചെയ്താലാണ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുള്ളൂ. നടുക്കിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഫങ്ഷനബിൾ അല്ല കേട്ടോ. അപ്പൊ ഇത് 2 പീസിന്റെ കളക്ഷൻസ് ആയി. ഇനി നമുക്ക് ബോട്ടത്തിന്റെ ടോപ്പിന്റെ കളക്ഷൻസ് ഉണ്ട്. ടോപ്പിൽ ഇപ്പൊ ക്രിസ്മസിന്റെ ഒരു സീസൺ ആയതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ സീസണബിൾ ഐറ്റംസ് അല്ല മെയിൻ ആയിട്ട് വെക്കുന്നത്. നമ്മൾ കൂടുതൽ വെക്കുന്നത് ബുട്ടിക് കളക്ഷൻസ് ആണ്. അപ്പൊ അതാ 3 ഐറ്റം ക്രിസ്മസിന്റെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. ഈ കാണുന്ന ലുക്ക് നോക്കണ്ട, മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഒക്കെ ടോപ്പിന്റെ കളക്ഷൻസ് ആണ്. ഇതിൽ ടോപ്പ് മാത്രമേ കിട്ടുള്ളൂ. അതും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെയാണ് സെറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ടോപ്പിന്റെ കളക്ഷൻ. എന്റെ കയ്യിൽ നിന്ന് അറിഞ്ഞു കാണിച്ചു അവിടെ തന്നെ കാണിച്ച അപ്പുറത്തേക്ക് കിട്ടോ. ടോപ്പിന്റെ കളക്ഷൻസ് ഷോർട്ട് ലെങ്ത് ഉണ്ട്, ലോങ്ങും ഉണ്ട്, അതുപോലെ ഫുൾ ലെങ്ത്. ഈ കാണുന്ന ലുക്ക് നോക്കണ മെറ്റീരിയൽ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ്. ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ്. അതിൽ മോഡല് വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റീസ് കൊണ്ട് വെറൈറ്റീസ് ആണ് ഉള്ളത്. ഇനി ഇത് ഒക്കെ പോക്കറ്റ് ഒക്കെ വരുന്നത് ഇതൊക്കെ നല്ല മെറ്റീരിയൽ. ഇതൊക്കെ ഓഫീസിലിട്ട് പോകാൻ തോന്നൂല, കാരണം അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ്. ഇപ്പൊ ഈ ആങ്കറിൽ ഇട്ടിരിക്കുന്നത് എന്താ സംഭവം? 3 പീസ് ആണ്. ഇത് 3 പീസ്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഓടിപ്പിച്ച് കാണാം കേട്ടോ. കാരണം ഇവിടെ കാണിച്ചാലും തീരില്ല. നമ്മള് പിന്നെ എടുത്തൊരു പിക്ചറായി മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പിടിച്ചു ഇങ്ങനെ കാണിക്കാം അല്ലെ? എന്താ ഈ ഒരു പോർഷൻ കണ്ടോ, ഇങ്ങനെ നമുക്ക് കാണിച്ചു പോവാം. വർക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ 3 പീസ് കളക്ഷൻസ് ആണോ വരുന്നത്? 3 പീസ്. അത് തിരിച്ചു പിടിച്ചോ. 3 പീസിന്റെ കളക്ഷൻസ്. ഇതൊക്കെ ഇതിൽ പ്രീമിയമും ഉണ്ട്, മറ്റേ രണ്ടും ഉണ്ട് അല്ലേ? പ്രീമിയം ഉണ്ട്, 2 നോർമൽ ആയിട്ടുള്ള കളക്ഷൻസും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ക്രേപ്പില് വരുന്ന മെറ്റീരിയൽ ആണ്. നല്ല 3 പീസിന്റെ ഇതൊക്കെ ഇരിക്കണ 3 പീസാ? 2 പീസിലില്ല ഇതിന്? ഇല്ല, 3 പീസ് ആണ്. എല്ലാം സെറ്റ് വേണ്ട. എവിടെ നിന്നൊക്കെ എടുത്ത് കാണിക്കണം, ഞങ്ങൾ എടുത്ത് കാണിക്കണം കേട്ടോ. കാരണം കളക്ഷൻസ് കഴിഞ്ഞില്ല, അത്രയും വെറൈറ്റീസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കളക്ഷൻസ് എത്തിക്കാന്ന് മാത്രമേ നമുക്കൊരു ഇതുള്ളൂ. പിന്നെ ഇവര് ഇൻസ്റ്റാ പേജിൽ നിങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ടോ? ഇടുന്നുണ്ട്. അതിന് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ അതിലും ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കളക്ഷൻസ് അതിൽ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഡയറക്റ്റ് വിളിക്കുമ്പോൾ ഡയറക്റ്റ് വീഡിയോ കോൾ ത്രൂ ആയാലും കളക്ഷൻസ് കാണാം. ഇതൊക്കെ നോക്കി നല്ല കോട്ടണിൽ വരുന്ന ഒരു ഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ തൊടുമ്പോൾ കോട്ടൺ 365 ഡേയ്സ് ഇടാനായിട്ട് ഇഷ്ടമില്ലാത്തവരാരുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള കോട്ടന്റെ നല്ല കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന്
പെട്ടെന്ന് ഓടിച്ച് കാണിക്കാം. വൈറ്റ്. പക്ഷെ ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. കണ്ടാ ഇങ്ങനെ. പിന്നെ ഇതിന്റെ അടി പോർഷനിലാണ് ദാമനിലാണ് ഇതിന്റെ വർക്ക് വരുന്നത്. വൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വരില്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന്. പിന്നെ ഇതാ ഇങ്ങനെ, ഇതും 3 പീസാണ്. ഒക്കെ ദുപ്പട്ട അടക്കം വരുന്നതാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ കളക്ഷൻസ് ഇവിടെ നിൽക്കൂല. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് നേരിട്ട് പോരെ. എവിടേക്ക് വരണം? നമ്മുടെ അനീരയില്ല. അനീര ഇനി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം മാർക്കറ്റ് അല്ലെങ്കിൽ ബ്രോഡൻ മാർക്കറ്റ് എന്നൊക്കെ പറയാൻ അറിയാത്തവര് ആരുമില്ല. അപ്പൊ എറണാകുളം മാർക്കറ്റിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗോപാല പ്രഭു റോഡിലാണ് വരേണ്ടത്. ഗോപാല പ്രഭു റോഡിൽ അത് മേനക ബസ് സ്റ്റോപ്പ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗോപാല പ്രഭു റോഡിലേക്ക് നമുക്ക് കയറാം. ഇല്ലെങ്കിൽ നിങ്ങൾ MG റൂട്ട് വഴിക്കാണോ വരേണ്ടതെന്ന് വെച്ചാൽ MG റൂട്ട് വഴിക്കായാലും നമുക്ക് ഗോപാല പ്രഭു റോഡിൽ കയറാം. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെയാണ് നിൽക്കണ വെച്ചാൽ കടയുടെ ലുക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെയാണെങ്കിൽ MG റോഡ് വരുന്നത് ലെഫ്റ്റ് സൈഡില്, ഈ സൈഡ് ആണെങ്കിൽ നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് ആണ്. ഇനി ട്രെയിൻ ത്രൂ വരാണെങ്കിൽ സൗത്ത് നോർത്ത് എവിടെയൊക്കെ ഇറങ്ങണ്ടവാ വാ. ആ പറയ്. ട്രെയിനിലാണെങ്കിൽ എങ്ങനെ? സെയിം തന്നെ രണ്ടും. നമ്മൾ ട്രെയിനിലാണ് വരുന്നത് വെച്ചാൽ സൗത്തിലായാലും നോർത്തിലായാലും ഇറങ്ങി കഴിഞ്ഞാൽ നടുക്കിലാണ് ഈ മാർക്കറ്റ് ഉള്ളത്. അപ്പൊ അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് അല്ലെങ്കിൽ എറണാകുളം മാർക്കറ്റ്, ടെക്സ്റ്റൈൽ മാർക്കറ്റ്, ബ്രോഡ്വേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പൊ സ്ക്രീനിൽ നമ്പർ ഉണ്ട്. നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ പക്ക ഹോൾസെയിലേഴ്സ് ആണ്. പ്രീമിയം കളക്ഷൻസ് ആണ്, പ്രീമിയം ക്വാളിറ്റി ആണ്. ഇവിടെ എല്ലാം ഒരേ പീസാണ് ഉണ്ടാക്കുന്നത്. എല്ലാ വേറെ വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് സമയമില്ല കാണിക്കാൻ സമയം വെറുതെ ലെങ്തി ആയി കഴിഞ്ഞാൽ വീഡിയോ കാണാനായിട്ട് ഉണ്ട് കാണിക്കാനായിട്ട്. നമുക്ക് ഒരേ മോഡൽസ് മാത്രം കാണിച്ചിട്ടുള്ള അതിന്റെ കളേഴ്സും വെറൈറ്റിയും ഇഷ്ടം പോലെ ഇവിടെ വന്നാൽ കാണാം. അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്താലും മതി. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പൊ അനീര മറക്കണ്ട കേട്ടോ, ഹോൾസെയിൽ ആണ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.